ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗായ്സ് ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. ഇതേ ഇവിടെ എല്ലാവരും ഉറക്കം എണീറ്റ് വരുന്നു. അപ്പോൾ ഇന്ന് ഇലക്ഷനാണ്, ഇവിടെ വോട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് എല്ലാവരും പോകാനൊക്കെ ഇങ്ങനെ രാവിലെ ഉള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചിറ്റ എന്തായാലും ഓൾമോസ്റ്റ് എന്താ പറയുക, പണികളൊക്കെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ചിറ്റ രാവിലെ തന്നെ. അപ്പോൾ ഇതേ ഞാൻ വന്നിട്ട് ഒരു കട്ടൻ കുടിച്ചിട്ട്, ഒരു ബെഡ് കോഫി കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചു. അപ്പം ഞാനിങ്ങനെ ഇവിടെ എപ്പോഴും ഇങ്ങനെ കോഫി ഇട്ട് വെച്ചേക്കില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ആവിയടുപ്പുള്ളത് കൊണ്ട് അവിടെ വയ്ക്കും. ഇപ്പം അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കെറ്റിലൊക്കെ വന്നതുകൊണ്ട് അപ്പം വേണ്ടവർക്ക് ഉണ്ടാക്കത്തേ ഉള്ളൂ. അപ്പോൾ ചിറ്റ രാവിലെ അച്ചാറൊക്കെ ഉണ്ടാക്കി, കാരണം ചിറ്റയൊക്കെ ജോലിക്ക് പോകാതിരിക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ അച്ചാറൊക്കെ ഇട്ടു. പിന്നെ ഇതേ ചിറ്റ പെട്ടെന്ന് പണികളൊക്കെ തീരുകയാണ്. ചിറ്റയ്ക്കൊക്കെ രാവിലെ തന്നെ പണി തീർത്ത് നല്ല ശീലമാണ്, അങ്ങനെ ആണ് ശീലിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ, വീട്ടിലെ പണിയൊക്കെ രാവിലെ തീരണം. അപ്പോൾ ഞങ്ങൾ എണീറ്റ് വന്നപ്പോഴേക്കും ചിറ്റ ഓൾമോസ്റ്റ് പണികളൊക്കെ തീർത്തു. പിന്നെ അപ്പത്തിനുള്ള മാവ് ഫ്രിഡ്ജിലുണ്ട്. അതേ ചിറ്റ നല്ല ചെമ്മീനും മാങ്ങയും കൂടെ കറിയൊക്കെ വെച്ചു. ഇനി അതിൽ കടുക് പൊട്ടിച്ചൊഴിക്കുകയൊക്കെ വേണം കേട്ടോ. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും നമ്മുടെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ ചിറ്റിയതേ നമ്മുടെ ചെമ്മീൻ മാങ്ങാക്കറിയിൽ കടുകൊക്കെ താളിച്ചൊഴിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ആ കടുക് വറുത്ത പാത്രത്തിലേക്ക് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അതിലേക്ക് തന്നെ നമ്മൾ മെഴുക്കുവരട്ടി, ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടി ചിറ്റ അപ്പോഴത്തേക്കും അരിഞ്ഞ് റെഡിയാക്കി അത് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ ഉച്ചക്കത്തേനുള്ളതൊക്കെ ആയിട്ടുണ്ട്, ഇനി ചോറ് വെക്കണം. അപ്പോൾ ഞാൻ കോഫിയൊക്കെ കുടിച്ചിട്ട് ചിറ്റയോട് കത്തിയൊക്കെ അടിച്ച് ഒരു മുറുക്കൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ജോലിയൊക്കെ തീർക്കുന്നതുകൊണ്ട് പണിയൊക്കെ പെട്ടെന്ന് കഴിയും. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, അതല്ല വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആന്ന് വയ്ക്കുന്നുണ്ട്. അപ്പം അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ചിറ്റയുടെ മോൾ തന്നെ അത് കേട്ടിട്ട് കളിയാക്കി. എന്ന് വെച്ചാൽ വീഡിയോ നെക്സ്റ്റ് എന്താണ് വരുന്നത്, നെക്സ്റ്റ് വരുന്നത് എന്താണെന്നറിയാതെ ആലോചിക്കുന്ന ഒരു ആന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓൾറെഡി എനിക്ക് സംസാരത്തിനിടയിൽ ഇങ്ങനെ വൃത്തിയായിട്ട് ഒരു ആന്ന് കയറി വരും. അപ്പം എന്താ പറയുക, അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്പത്തിനുള്ള മാവ് എന്തായാലും അരച്ച് വയ്ക്കുന്ന സമയത്ത് നമ്മൾ 2 ദിവസത്തേക്കുള്ളതല്ലേ. അപ്പോൾ ഇന്നലെ നമ്മൾ അരച്ച്, ഇന്നലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം തന്നെയായിരുന്നു, മാവും വെച്ചുള്ളതുകൊണ്ട് ഇന്നും അപ്പം തന്നെയാണ്. അപ്പോൾ ഞാനൊരപ്പം എടുത്തിട്ടുണ്ട്. എനിക്ക് അപ്പമൊന്നും ഒരുപാട് ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ കഴിക്കുക, അപ്പവും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുകയാണ്. ചിറ്റപ്പനൊക്കെ വോട്ടൊക്കെ ചെയ്തിട്ട് ചിറ്റപ്പൻ ജോലിക്ക് പോയി. പിന്നെ ഇതേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണൊക്കെ കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞ പരാതിയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒന്നും ചിലപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ വിട്ടുപോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ലീവിന് വരുമ്പോൾ ആകെ തിരക്കാണ്. പിന്നെ രാവിലെ തന്നെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് ഞാൻ തുണികളൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ നനച്ചിടും. കൂട്ടി വെച്ച് ബാഗിൽ വെച്ച് കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വലിയൊരു ബേർഡനായിരിക്കും കോട്ടയത്ത് ചെല്ലുന്ന സമയത്ത്. അപ്പം ഇത് കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു, എത്തിക്കുത്തി നോക്കൽ, കാരണം മേളിൽ കയറിയിട്ട് പിന്നെ എന്തിനു താഴെ നോക്കുന്നത്, അപ്പോൾ താഴെ തന്നെ നിന്നാൽ പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ വഴക്കുണ്ടാക്കുകയാണ്. എപ്പോഴും മുകളിൽ കയറി പോകണമെന്ന് പറഞ്ഞ ബഹളമാണ്. അവിടെ ഇങ്ങനെ ഒരു ബെർത്ത് പോലെ കെട്ടാത്തതുകൊണ്ട് നമുക്ക് തന്നെ കയറ്റി വിടാനായിട്ട് ഇതാണ്. അപ്പം ഞാൻ ഈ തുണി വിരിക്കണ സമയത്ത് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ നല്ല കാറ്റാണ്, വിരിക്കാനായിട്ട് പറ്റണില്ല ചിറ്റയുടെ സാരി. അപ്പോൾ ഇതേ ഉച്ചയായി, ഞങ്ങൾ ചോറൊക്കെ വിളമ്പി വെച്ചു. നല്ല ചെമ്മീൻ മാങ്ങയിട്ട് വെച്ച കറിയാണ്, അടിപൊളിയാണ്. അപ്പം അതിൻ്റെ ചാറ് മാത്രം കൂട്ടിയാൽ മതി കേട്ടോ ചോറിനാണ്. അത്ര ടേസ്റ്റിയാണ് ചിറ്റയുടെ കറികളൊക്കെ. എന്താ പറയുക, സൂപ്പറാണ്. ഞാൻ ശരിക്കും ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നത് ഇവിടെ വരുമ്പോഴാണ്. പിന്നെന്താ, നോൺ വെജ് ആയാലും നമുക്ക് എന്താ പറയുക, മനസ്സിൽ പിടിച്ച് കഴിക്കുന്നത് ഇവിടുന്ന്. അപ്പോൾ പുറത്തുനിന്നൊന്നും നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല, പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയാലും കഴിക്കാനായിട്ട് തോന്നില്ല. അപ്പം ആകെ കൂടിയിട്ട് നമ്മൾ ഇവിടെ വരുമ്പോഴാണ് നോൺ വെജ് കുറച്ചെങ്കിലും ഒന്ന് ആസ്വദിച്ച് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മാങ്ങയാണ് കേട്ടോ ഞാൻ പെറുക്കി കഴിച്ചുകൊണ്ട്, അതിനകത്ത് ഇഷ്ടം പോലെ മാങ്ങ കിടപ്പുണ്ട്. അപ്പം മാങ്ങ എടുത്ത് കഴിക്കാനായിട്ട് ഭയങ്കര എന്താ പറയുക, സൂപ്പറാണ്. അതിൻ്റെ ചിറ്റ ഉണ്ടാക്കിയ കറിയുടെ ചാറ് മാത്രം കൂട്ടി നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ ചെമ്മീൻ മാങ്ങയൊക്കെ ഇഷ്ടമില്ലാത്തവർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇത് വള്ളക്കടവ്, അതായത് എൻ്റെ വീട് വള്ളക്കടവിലാണ്, നമ്മൾ നിൽക്കുന്ന ചിറ്റയുടെ വീട്ടിലാണ്. അവിടുന്ന് ഒരു
ഒരു 5-10 മിനിറ്റേ ഉള്ളൂ നമുക്ക് അപ്പോൾ വള്ളക്കടവിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ ഇത് നമ്മുടെ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന സിറ്റിയാണ്. നിങ്ങൾക്ക് എന്താ പറയുക, യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയാൽ കാണാം ഈ ഒരു സിറ്റി. അപ്പോൾ ആ ഓട്ടോ അങ്ങനെ സ്പീഡിൽ പാസ് ചെയ്ത് പോണത് കൊണ്ട് എനിക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്തായാലും മനസ്സിലാവും. പിന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറേ വീടുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ പോയി നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്. അപ്പം അപ്പോഴേക്ക് വെല്ലുമിച്ചി അവിടെ നിന്ന് പോന്നു. നമ്മുടെ തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ വെല്ലുമിച്ചി വന്നു. അപ്പോൾ ഇതേ ഒരു താറാവും കുറേ കുഞ്ഞു കുട്ടികളും. ആ താറാവ് തന്നെ എന്താ പറയുക, കരികിലയുടെ അടിയിൽ പോയിട്ട് മുട്ടയിട്ടിട്ട് ആ താറാവ് തന്നെ കെയർ ചെയ്തുണ്ടായ മക്കളാണ്, വേറെ ആരും നോക്കിയിട്ടൊന്നും ഇല്ലെന്ന് അവിടുത്തെ ആൻറ്റി പറഞ്ഞു. അപ്പം ഒരു രസം തോന്നി, അതോടെ വീഡിയോയിലെടുത്താണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു. അനിയത്തിയുടെ കഞ്ഞിയോട്ടായിരുന്നു, അവൾ ഓട്ടൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞു കട്ടൻ ചായ വെക്കുകയാണ്. അപ്പം എന്താ പറയുക, ചൂടല്ലേ, അപ്പം കോഫി വീണ്ടും ചൂടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവർക്കും ടീ ആക്കി. അപ്പോൾ കട്ടൻ ചായ ഇപ്പം പിള്ളേരൊക്കെ ആയാലും എല്ലാവരും കൂടെ കുടിക്കുന്നതുകൊണ്ട് അവർക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ചായ എടുക്കുകയാണ്. അപ്പം എല്ലാവരും ഹാളിലിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ അവർക്കുള്ള ചായ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കെറ്റിലിൽ ചായപ്പൊടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത്, കാരണം കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്കൊക്കെ പൊടി ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും പേർക്ക് എടുക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അതിലേക്ക് തന്നെ തേയിലപ്പൊടി ഇട്ടപ്പോൾ തേയിലപ്പൊടി ഒന്ന് അടിഞ്ഞിരുന്നപ്പോഴത്തേക്കും വേറൊരു സോസ് പാനിലേക്ക് ഞാൻ അത് ഒഴിച്ചു. അപ്പോൾ അരിക്കുന്ന ഒരു പണി എനിക്ക് മാറിക്കിട്ടി. പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് ലൈറ്റായിട്ട് പഞ്ചസാര ഇട്ട്, എനിക്ക് ഒരുപാട് പഞ്ചസാര ഇടുന്ന ഇഷ്ടമല്ല. പിന്നെ പൊതുവേ വീട്ടിൽ വെല്ലുമിച്ചായാലും ചിറ്റയായാലും എല്ലാവരും മധുരം കുറവാണ്. അപ്പോൾ പിള്ളേർക്ക് ഞാൻ ആ ഒരു മധുരത്തിൽ തന്നെ കൊടുക്കാൻ നോക്കും നൈസായിട്ട്. അപ്പോൾ അവർ രണ്ടാമത് മധുരം ചോദിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. പിശുക്കൊന്നുമല്ല, അങ്ങനെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതേ ഉള്ളൂ. എനിക്ക് ലൈറ്റ് മധുരമാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ കട്ടൻ ചായ ആയിട്ട് ഞാൻ വന്നപ്പം മറ്റേ കല്യാണരാമനകത്ത് ദിലീപും സലിംകുമാറും പരിപാടി അവതരിപ്പിച്ച പോലെ ആയിരിക്കും. ഈ ടേബിളിന് ചുറ്റും ഞാൻ കാപ്പി എടുക്കാൻ പോയപ്പോൾ ഇരുന്ന ആൾക്കാരും ഞാൻ വന്നപ്പോൾ അവിടെ ഇല്ല. അപ്പം അനിയത്തിയുടെ വോട്ട് ചെയ്യുന്ന കാര്യം ഒരു ചെറിയൊരു ഡിലേ വന്നായിരുന്നു. അവൾ സ്ലിപ്പ് എടുക്കാണ്ട് പോയിട്ട് പിന്നെ രണ്ടാമത് പോകേണ്ട വന്നു. അപ്പോൾ അവൾ സ്ലിപ്പ് എടുത്തിട്ട് പോയി. അപ്പോഴേക്കും വെല്ലുമിച്ചി എന്തായാലും അവിടെ ഉണ്ടായിരുന്നു. ചിറ്റ പുറത്ത് നിൽപ്പുണ്ട്. വെല്ലുമിച്ചി വള്ളക്കടവിൽ നിന്ന് നല്ല ബോണ്ടയും ഉള്ളിവടയും വാങ്ങി. അപ്പോൾ ഞങ്ങളതെല്ലാം ആസ്വദിച്ച് കഴിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈബെന്ന് പറയുന്ന ബോണ്ടയും എന്താ പറയുക പത്തിരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വെല്ലുമിച്ചി ബോണ്ട, നല്ല ചൂട് ബോണ്ടയാണ്. ആ ഒരു 3:30-4 മണി ആ ഒരു സമയമായതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടി. ഞാൻ ഒരു ബോണ്ട കഴിച്ച് സാധാരണ എനിക്ക് വയറ് നിറയുന്നതാണ്. രണ്ടാമത് ഒരു ബോണ്ടയും കൂടി എടുക്കാമെന്ന് വെച്ചു. പക്ഷേ വേണ്ട, പകുതി മതി, എടുത്ത് വേസ്റ്റ് ആക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അതിൻ്റെ പകുതി കൂടെ എന്തായാലും അകത്താക്കി. സൂപ്പറായിരുന്നു, നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു, നല്ല എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ടയായിരുന്നു. അപ്പോൾ ദേ ബോണ്ടയും ചായയൊക്കെ ഫിനിഷ് ചെയ്തു. പിന്നെ ഞാൻ വൈകിട്ടത്തെ ഊണ് ശരിക്കും പറഞ്ഞാൽ എടുക്കാനായിട്ട് വിട്ടുപോയി. ഇതേ രാത്രിയിൽ എല്ലാവരും കിടന്നു. ഏകദേശം ഒരു 10-10:30 ആയി. ഞങ്ങൾ കിടന്നിട്ടില്ല, ഞങ്ങൾ ഇതേ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി മേലൊക്കെ കുളിച്ചിട്ട് കിടക്കും. ഇതേ എല്ലാവരും ഇങ്ങനെ ചൂട് കാരണം നിലത്ത് ഇതേ കതക് തുറന്നൊക്കെ ഇട്ടിരിക്കുകയാണ്, കാറ്റൊക്കെ കൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ, ചൂടാണെങ്കിലും. ഇതേ കുഞ്ഞിവിടെ ഇതേ കട്ടിൽ കവർ ചെയ്തിങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനും ചിറ്റയുടെ മോളും ഇങ്ങനെ കിടക്കാതെ അവളിവിടെ ചിത്രപ്പണിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നാളെ ഞങ്ങൾ കോട്ടയത്തേക്ക് തിരിച്ചു പോകും, ആ ഒരു സങ്കടത്തിലാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ, ബൈ. ഞാൻ വലിയ കാര്യത്തിന് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കിടക്കാൻ പോയപ്പോൾ ഇവിടെ ഒരുത്തി ഇതേ വലിയ ചിത്രപ്പണിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഭിത്തിയിലൊക്കെ ഇവളുടെ കലാവിരുദ്ധകളാണ്. അപ്പോൾ നന്നായിട്ട് ചിത്രം വരയ്ക്കുക, ആർട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ഇവിടെ ഒരു ഡോറേനെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു കുട്ടിപ്പട്ടാളത്തിൻ്റെ ശല്യമൊന്നും ഇല്ലാതെ അവൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ കിടക്കാൻ പറ്റുമെന്ന് അറിയില്ല, നാളെ കാലത്ത് പോകാൻ വേണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ല അടിപൊളിയായിട്ട് ഡോറേനെ അവൾ വരയ്ക്കുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, കാലത്ത് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അതുകൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ച് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സനുഷേനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ,
അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.